ശക്തമായിട്ട് മുന്നോട്ട്, അവരുടെ നേതാവ് മരിച്ചിട്ടും അവർ വളരെ ശക്തമായി കൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് പല ഊഹാഭാഗങ്ങൾ പരന്നു വന്നിരുന്നു. റഷ്യയാണ് ബാക്കിൽ, ചൈനയാണ് ബാക്കിൽ എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തു തന്നെയായാലും അമേരിക്ക സ്വന്തമായി എടുത്ത തീരുമാനമാണ് ഇതെന്ന് എല്ലാവരും കരുതിയെങ്കിലും ഇത് സൗദിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു അമേരിക്ക ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ചത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ജിഹാദികളായ സുന്നി മുസ്ലിങ്ങളായ പല മലയാളികൾ, എടുത്തു പറയണം, മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും പാകിസ്ഥാനുകാരും ഒക്കെ ഇനി എൻ്റെ അഭിപ്രായത്തിൽ മക്ക, സൗദി അറേബ്യയിലുള്ള അവരുടെ പുണ്യസ്ഥലമായ മക്കയും മദീനയും അവരെ ഉപേക്ഷിക്കണം. കാരണം സൗദി അറേബ്യ ഇന്ന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒപ്പമാണ്. ഇസ്രായേലിന്റെ ടെക്നോളജി പർച്ചേസ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ എന്ന് ജിഹാദികൾ മനസ്സിലാക്കിക്കോളൂ. അവർ ഇനി സുന്നി കുപ്പായം ഒഴിവാക്കി ഷിയായുടെ കുപ്പായം എടുത്ത് അണിയുകയും ഈ സമയത്ത് ഞാൻ അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. എന്നിരുന്നാലും വളരെ സീരിയസ് ആയിട്ട് ഈ സാഹചര്യം നമ്മൾ കാണണം. കാരണം ഇറാൻ നശിച്ചുപോയി എന്ന് കരുതിയപ്പോഴൊക്കെ തന്നെ ദിവസവും വളരെ ശക്തമായ മിസൈലുകൾ എടുത്ത് ഈ 5-6 ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും തുടരെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇറാൻ. ഇതിനുള്ള സ്റ്റോക്ക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അവർക്ക് എവിടെ നിന്നുണ്ടാകുന്നു, എവിടെ നിന്ന് വരുന്നു? ഇതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. സംശയകരമായി ചർച്ച ചെയ്ത് പല റൂമർ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പല അപവാദങ്ങളും പറഞ്ഞു പരത്തുന്നു, റഷ്യ വരെ സംശയിക്കുന്നു. പക്ഷെ ഇതിനിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് വളരെ വ്യക്തമായ തീരുമാനത്തിലേക്ക് അതിനുള്ള തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ അതിനുള്ള ശക്തമായ മറുപടി കിട്ടിയത്. കാരണം കഴിഞ്ഞ 56 മണിക്കൂറിന്റെ ഉള്ളിൽ, അതായത് കഴിഞ്ഞു പോയ 56 മണിക്കൂറിനുള്ളിൽ ചൈനയിൽ നിന്ന് 16 പടുകൂറ്റൻ എയർ കാർഗോ ഫ്ലൈറ്റുകൾ, അതായത് മിലിറ്ററിയുടെ ഡിഫൻസ് ഫ്ലൈറ്റുകൾ, അതായത് മുഴുവൻ തന്നെ കാർഗോ ഫ്ലൈറ്റുകളാണ് ഡിഫൻസിന്റെ, 16 എണ്ണം, അതായത് 16 എണ്ണം ഒന്നിച്ച് ഒരേ സമയത്ത് ഒരു ലൈനായിട്ട് വന്ന് ഇറാനിൽ ഇറങ്ങുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.